ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ എങ്ങനെ ബീറ്റ്റൂട്ട് തോരൻ വയ്ക്കാമെന്നുള്ളതാണ്. അതിനായി നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് അരിഞ്ഞത്. ഒരു ചീനച്ചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ കടുക് വറുക്കാൻ ആയിട്ട് കടുക് ഇടണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അതിനകത്തേക്ക് നമ്മൾ കരിവേപ്പില ഇട്ടു. ഒരു പച്ചമുളക് ഇട്ടു. അതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്ത്. വലിയ എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞിന് ഉപയോഗിക്കാനുള്ള കാരണം കൊണ്ട്, അധികം എരിവായ പറ്റില്ലാത്ത കാരണം കൊണ്ട് ഒരു മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളത് അതിനകത്തേക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചതിട്ടു. അതൊന്ന് ഇളക്കി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി, അധികം വേണ്ട, ലേശം മഞ്ഞൾപ്പൊടി മതി. അധികം മഞ്ഞൾപ്പൊടി ആയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവ കൂടുതലായിട്ട് കയറി. കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊന്ന് ഇളക്കി കൊടുത്തു. അതിനകത്തേക്ക് ലേശം ഉപ്പും കൂടെ ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ടു. അതൊന്ന് ഇളക്കിയിട്ട് ഇനി നമ്മളിതൊന്ന് ശരിക്കും ഇളക്കിയിട്ട് ഇത് അടച്ച് വച്ച് ഒന്ന് വേവിക്കണം. നമ്മൾ ഇതിനകത്തേക്ക് വേറെ പ്രത്യേകിച്ച് ഇതിൽ വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ മധുരം പോകും. അപ്പോൾ പിന്നെ ബീറ്റ്റൂട്ടിന് ഒരു സ്വാഭാവികമായിട്ടുള്ള മധുരം ഉണ്ടാവില്ല ബീറ്റ്റൂട്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അധികം നേരമൊന്നും വേണ്ട. ഇത് വളരെ പെട്ടെന്ന് തന്നെ ബീറ്റ്റൂട്ട് ആവും. അപ്പോൾ ഒന്ന് വെന്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് പൊക്കി നോക്കി ഒന്നുകൂടെ അടി പിടിക്കാതെ നോക്കണം. കാരണം വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ ഇതിന് പ്രത്യേകം ചെയ്തില്ല, ഞാൻ തേങ്ങയൊന്ന് അരച്ച് അല്ലെങ്കിൽ ചതച്ച് ചേർക്കുന്നില്ല. മുളക് ഇട്ട് ചതച്ച് ചേർക്കുന്നില്ല. തേങ്ങ ചുമ്മാ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എളുപ്പത്തിൽ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒന്നോടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒന്നോടെ ആ തേങ്ങ ഇട്ടതും കൂടെ ഒന്ന് വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഒന്നോടെ മാറ്റി ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇളക്കി കൊടുക്കുക. ഇളക്കി നോക്കുക. ഈ സമയം കൊണ്ട് തന്നെ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും വേവിൻ്റെ ഇത് നോക്കിയിട്ട് ചെയ്യുക. ഒരു കഷ്ണം എടുത്തൊന്ന് ഞെക്കി നോക്കി അറിയാൻ പറ്റും നമുക്ക് വേവിൻ്റെ പരുവം.
അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ